വാർത്താ സമ്മേളനത്തിലെ അധിക്ഷേപ ചോദ്യത്തിൽ നടി ഗൗരി കിഷനോട് ഖേദം പ്രകടിപ്പിച്ച് യൂട്യൂബർ RS കാർത്തിക്. ഗൗരി കിഷനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഗൗരിക്ക് മനോവിഷമം ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കാർത്തിക് പറഞ്ഞു. യഥാർത്ഥ അർത്ഥം മനസ്സിലായത് ഇപ്പോഴാണെന്നും തന്റെ മകനും തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും യൂട്യൂബർ പറഞ്ഞു. ഗൗരിയെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല, ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും കാർത്തിക് പറഞ്ഞു. മാപ്പ് പറയില്ലെന്നായിരുന്നു യൂട്യൂബറുടെ ആദ്യ നിലപാട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും യൂട്യൂബർക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. അറിവില്ലായ്മയും ആൺ അധികാര പ്രവണതയും നിർഭാഗ്യകരം എന്നായിരുന്നു ഗൗരിയുടെ മറുപടി. ഗൗരിക്ക് എതിരായ ബോഡി ഷെയ്മിംഗ് ഷോക്കിംഗ് എന്നായിരുന്നു അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് നേരെ നേരിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നും സമൂഹം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്നും ശ്വേത മേനോൻ ചോദിച്ചു. 30 വർഷത്തിലേറെ മാധ്യമരംഗത്ത് പരിചയമുണ്ടെന്ന് ആവർത്തിച്ചു പറയുന്ന RS കാർത്തിക് പക്ഷെ ചോദ്യത്തിലെ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. പകരം വീണ്ടും ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. താൻ തെറ്റായി ഒന്നും ചോദിച്ചിട്ടില്ല. ട്രംപിനെക്കുറിച്ചോ മോദിയെക്കുറിച്ചോ സ്റ്റാലിനെക്കുറിച്ചോ ഇവരോട് ചോദിക്കാനാകുമോ? നായകനെയാണ് എടുത്തിരുന്നത് എങ്കിൽ നായകന്റെ ഭാരത്തെക്കുറിച്ച് നായികയോട് ചോദിച്ചേനെ എന്നും വിചിത്ര ന്യായീകരണം. നടിയുടെ പ്രതികരണം PR സ്റ്റണ്ട് എന്നും കാർത്തിക് വാദിച്ചിരുന്നു. ചിലർ ഒരിക്കലും പഠിക്കില്ല, ഒരാൾക്ക് എത്രമാത്രം തരം താഴാൻ കഴിയുമെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഗൗരിയുടെ മറുപടി. ഗൗരിയെ പിന്തുണച്ച പ്രമുഖരും രംഗത്തെത്തിയിരുന്നു. പാരഞ്ജിത്ത് അടക്കമുള്ളവരും ഗൗരിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം തനിക്ക് ലഭിച്ച വലിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നടി ഗൗരി കിഷൻ രംഗത്തെത്തി. സംഭവത്തിന് പിന്നിലുള്ള വിശാലമായ പ്രശ്നം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഗൗരി ഓർമ്മിപ്പിച്ചു. യാഥാർത്ഥ്യമല്ലാത്ത സൗന്ദര്യ സങ്കല്പങ്ങൾ നിലനിർത്തിക്കൊണ്ട് തമാശയെന്ന പേരിൽ ബോഡി ഷേമിംഗ് സാധാരണമാക്കുന്ന പ്രവണത ഇപ്പോഴുമുണ്ടെന്നും സമാനമായ അനുഭവം നേരിട്ട ആർക്കും ശബ്ദമുയർത്താൻ അവകാശമുണ്ടെന്നും ഗൗരി കിഷൻ പറഞ്ഞു. ഗൗരി കിഷന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. പത്രസമ്മേളനത്തിനിടെ ഒരു യൂട്യൂബ് ബ്ലോഗറിനും ഞാനും തമ്മിൽ നടന്ന വാഗ്വാദം അപ്രതീക്ഷിതമായി രൂക്ഷമായി. കലാകാരന്മാരും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്ന ഈ വിഷയത്തിന് പിന്നിലുള്ള വിശാലമായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിന്റെ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ശരീരത്തെയോ രൂപത്തെയോ ലക്ഷ്യമിട്ടുള്ള അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ അത് നേരിട്ടായാലും അല്ലാതെയായാലും ഒരു കാരണവശാലും ഉചിതമല്ല. അവിടെ വന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് ഞാൻ ചോദിച്ച സിനിമയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഇതേ ശൈലിയിൽ ഇതുപോലെ കടന്നാക്രമിച്ചുകൊണ്ട് അവർ ഒരു നടനോട് ഇതേ കാര്യം ചോദിക്കുമോ എന്നും എനിക്ക് സംശയം തോന്നാതിരുന്നില്ല. ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഞാൻ അവിടെ പ്രതികരിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, സമാനമായ അനുഭവം നേരിട്ട ഏതൊരാൾക്കും വേണ്ടിയാണ്. എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത സൗന്ദര്യ സങ്കല്പങ്ങളെ നിലനിർത്തിക്കൊണ്ട് തമാശ എന്ന പേരിൽ ബോഡി ഷേമിംഗ് സാധാരണമാക്കുന്ന പ്രവണത ഇപ്പോഴും നിലവിലുണ്ട്. ഇത് പുതിയ കാര്യമല്ല. ഇതുപോലുള്ള അനുഭവം നേരിട്ട ആർക്കും ശബ്ദമുയർത്താൻ അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവമായി ഇത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ, തെറ്റാണെങ്കിൽ ചോദ്യം ചെയ്യാൻ, ഈ ദുഷിച്ച രീതി അവസാനിപ്പിക്കാൻ ശ്രമിക്കാൻ അവകാശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ ലക്ഷ്യം വയ്ക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള ആഹ്വാനമായി ഇതിനെ കാണരുത് എന്നും ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പകരം കൂടുതൽ സ്നേഹത്തോടെയും ക്ഷമയുടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ട് പോകാനുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ ഉപയോഗിക്കാം. എനിക്ക് ലഭിച്ച പിന്തുണയ്ക്ക് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അത് തീർത്തും അപ്രതീക്ഷിതവും എന്നെ സാന്ത്വനിപ്പിക്കുന്നതുമായിരുന്നു. ചെന്നൈ പ്രസ് ക്ലബ്, അമ്മ അസോസിയേഷൻ, സൗത്ത് ഇന്ത്യ നടികർ സംഘം എന്നിവർ എനിക്ക് പിന്തുണയുമായി നൽകിയ പ്രസ്താവനകൾക്ക് നന്ദി. മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും എന്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഈ അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സ്നേഹം മാത്രം. ഗൗരി.